ചരിത്രപ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ ബുന്ദേൽഖണ്ഡിലുള്ള ചരിത്രപ്രസിദ്ധ നഗരമായ ഝാൻസിയിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിനായി ഐതിഹാസികമായ തേർവാഴ്ചകൾ നടത്തിയ നാട് ഝാൻസി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇവിടേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനെത്തിയ മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഝാൻസി മിഷൻ. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഖറിയ പാടക്കിലുള്ള ഡോൺ ബോസ്കോ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലാണ്. വിശ്വസ്തതയും പരിലാളനയും നിറഞ്ഞ പ്രവർത്തനങ്ങൾ വഴി യുവജനങ്ങൾക്കിടയിൽ കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ച വിശുദ്ധനാണല്ലോ ഡോൺ ബോസ്കോ. അദ്ദേഹം പിന്തുടർന്ന വിദ്യാഭ്യാസ ശൈലിയാണ് ഇവിടെ ഈ ഝാൻസി മിഷനിലൂടെ പ്രാവർത്തികമാകുന്നത്. ഡോൺ ബോസ്കോ തന്നെ സ്ഥാപിച്ച സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ എന്ന അന്താരാഷ്ട്ര സമൂഹത്തിലൂടെയാണ് ഈ മിഷൻ സാധ്യമാകുന്നത്. യുവജനങ്ങളോടുള്ള ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളുടെ വാഹകരാവുക എന്നതാണ് ഇവിടുത്തെ മിഷൻ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾക്ക് ആനുപാതികമായി ആവശ്യമായ കഴിവുകളുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകുന്നില്ല എന്ന വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധ്യതകളുടെ അനന്തലോകത്തിന് നടുവിലും പട്ടിണി തുടരുന്നു എന്നതാണ് അനന്തരഫലം. പ്രൈമറി സ്കൂളിൽ പഠിക്കാനായി ചേരുന്നവരിൽ 1/3 പേർ മാത്രമാണ് ഡിഗ്രി പഠനം പൂർത്തീകരിക്കുന്നത്. മുഖ്യധാരയിലുള്ള ജോലികളൊന്നും നേടിയെടുക്കുവാൻ സ്കൂൾ പഠനം പൂർത്തീകരിക്കാത്തവർക്ക് സാധിക്കാതെ വരുന്നു. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഝാൻസി മിഷൻ രൂപതയിലുള്ള ഈ ഡോൺ ബോസ്കോ ടെക് പ്രവർത്തിക്കുന്നത്. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട യുവജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് കമ്പോളത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിശീലനം നൽകുന്നതിലൂടെയാണ് ഈ പ്രതിസന്ധിക്ക് ഡോൺ ബോസ്കോ ടെക് പരിഹാരം കണ്ടെത്തുന്നത്. ഞാൻ ഡൽഹി പ്രോവിൻസിലെ സലീഷ്യൻ സഭാംഗമാണ് ഫാദർ ജെയിംസ് പഴയമ്പള്ളിൽ. ഝാൻസി രൂപതയിൽ 30 വർഷത്തിൻ്റെ പ്രയത്നഫലമായി ഇന്ന് ഡോൺ ബോസ്കോ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഇന്ന് ഝാൻസിയിൽ സ്ഥാപിതമായിരിക്കുന്നു. ഇവിടെ ആദ്യം ഫാദർ ജോർജ് ബ്രദർ മാണിയുമാണ് ആദ്യം ഇവിടെ വന്നത്. ഈ 1 വർഷം തികയുന്നു ഈ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയിട്ട്. ഇവിടെ ഇപ്പോൾ 120 സ്റ്റുഡൻസ് പഠിക്കുന്നു. ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, വെൽഡിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ഇങ്ങനെയുള്ള പല കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കുന്നു. 3 മാസത്തേക്ക് 500 രൂപ ഫീസ് മാത്രമേ ഇവിടെ ഈടാക്കുന്നുള്ളൂ. ദരിദ്രരായിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. BPL ബിലോ പോവർട്ടി ലൈൻ ആയിട്ടുള്ള പിള്ളേർ ഇവിടെ വരുന്നു. 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം 4-ാമത്തെ മാസം ഇവർക്ക് ജോലിക്ക് വേണ്ടി പ്ലേസ്മെൻറ്റ് ഓഫീസർ ഇവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നു. ഇതാണ് ഡോൺ ബോസ്കോയുടെ ഒരു പ്രത്യേകമായ ഒരു പ്രയത്ന ഫലമാണ് ഇന്ന് നാം കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ബാച്ചുകളും ഇവിടെ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു. പലരും ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന
ഈ ട്രെയിനിങ്ങിൽ 120 സ്റ്റുഡൻസ് ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇൻസ്ട്രക്ടേഴ്സ് ജയിലിലും പോയി ഇലക്ട്രിക്കൽ വയറിംഗ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കമ്പ്യൂട്ടർ ഇവ അവിടെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഡോൺ ബോസ്കോ ഝാൻസി രൂപതയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണം. പാവപ്പെട്ട യുവാക്കളെ സ്വന്തം കാലിൽ നിർത്തുവാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക. അവർ ജോലിയില്ലാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ദുഃഖം തോന്നും. പക്ഷേ അവരെ ഒരു നിലയിലെത്തിക്കാൻ വേണ്ടി പ്രയത്നപ്പെടുവാൻ പലരും അതിനുവേണ്ടി യത്നിക്കുന്നില്ല. അതിനുവേണ്ടി ഡോൺ ബോസ്കോ 30 വർഷ കാലത്തേക്ക് ശേഷം ഇവിടെ ഝാൻസിയിൽ കാലുകുത്തുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു. ഇത് ഡൽഹി രൂപതയിൽപ്പെട്ടതാണ്. ബിഷപ്പ് ഫെഡറിക്കിൻ്റെ സമയത്താണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ബിഷപ്പ് പീറ്റർ പരപ്പള്ളിൽ ഇതിന് ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ പ്രവർത്തന ശൈലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇവിടെ വന്നു പോയിരിക്കുന്ന ഓരോരുത്തരുടെയും റിയാക്ഷനോ റെസ്പോൺസ് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഉത്സാഹിതരായാണ് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇതിനു വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രൊവിൻഷ്യൽ അച്ഛനും ബിഷപ്പ് പീറ്ററിനും ബിഷപ്പ് ഫെഡറിക്കും ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ദാരിദ്ര്യത്തിൻ്റെ ഇരകളായ യുവജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സാമ്പത്തിക സുരക്ഷിതത്വം ലഭ്യമാക്കുന്നതിനുമായി വിവിധ അഭ്യുദയകാംക്ഷികളുടെ സഹകരണത്തോടെ നടത്തുന്ന സാമൂഹിക പ്രവർത്തനം തന്നെയാണ് ഈ മിഷൻ. പരമ്പരാഗതമായ പരിശീലന കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി കമ്പോളാധിഷ്ഠിതമായ പരിശീലനമാണ് ഈ മിഷൻ സ്റ്റേഷനിൽ ലഭ്യമാക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ സ്വതസിദ്ധമായ കഴിവുകളെ കണ്ടെത്തിയാണ് പ്രത്യേകമായി പരിശീലനം നൽകുന്നത്. Don Bosco wanted every youth to live an honest and upright life by earning his own livelihood, saving his family and society. Bishop Frederick D'Souza of Jhansi Diocese had the similar vision for his flock at Jhansi. He invited the Salesians to run a technical school in order to impart life skill to the youth to be employed meaningfully. And we started this Don Bosco Vocational Training Center in the year 2012, and it is our vision and hope to get every man employed by 2025. We envisage unemployment wiped out from Jhansi Diocese by 2025. ഇന്നത്തെ തൊഴിലവസരങ്ങളിൽ ചുവടുറപ്പിക്കാൻ ആവശ്യമായ പരിശീലനം ഈ യുവജനങ്ങളുടെ ആവശ്യാനുസരണം ഡോൺ ബോസ്കോ ടെക് ലഭ്യമാക്കുന്നു. जैसे कि कोई टनल है उसके अंदर अपन एंटर कर रहे हैं, वो तो सुरंग काफ़ी लंबा होता है, अगर कंटिन्यू लाइट तो उसे चला नहीं सकते, तो अपन ने क्या करा है इसको 2 भागों में बांटा है, 2 बल्ब में. अब यहाँ से अपन ने एंटर किया, एक तो जहाँ अपन खड़े हैं वहाँ लाइट जल जाएगा और उससे कुछ डिस्टेंस पे दूसरी लाइट जल जाएगा. जब हम थोड़ा सा रास्ता कवर करेंगे उसके बाद हम इसको पीछे को ऑफ करते जाएंगे और आगे को ऑन करते जाएंगे. इस तरीके से हम पूरा टनल पे के बाहर हो जाएंगे. फिर आ जाता है हमारा स्टेयरकेस वायरिंग, जिससे कि हम ऊपर की तरफ जाते हैं तो अपन ने
बल्ब को ऑन किया तो फ्लोर पे लाइट ऑन हो चुका है। अब फ्लोर पे जाने के बाद हम नीचे तो आएंगे नहीं, उसके बाद हमने ऊपर ही से इसको ऑफ कर दिया। ഇന്ത്യക്ക് തൊഴിൽ രംഗത്ത് വേണ്ട പ്രാപ്തി നേടിക്കൊടുക്കുക എന്നത് മിഷനായി സ്വീകരിച്ച് ഡോൺ ബോസ്കോ ടെക് 2025ഓടെ 20 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിതമായ പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്നു. ഇവിടുത്തെ കത്തോലിക്ക സഭാ അംഗങ്ങൾ ഈ രൂപതയിലും ഇടവകയിലുമുള്ള കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങളിലെ മാതാപിതാക്കൾ റെയിൽവേയിലും മിലിറ്ററിയിലും ജോലി ചെയ്യുന്നവരാണ്. കുറേ വർഷങ്ങളായി ഇവർ ജോലി ചെയ്ത് റിട്ടയർ ആയിക്കഴിഞ്ഞവർ പലരും കേരളത്തിലേക്ക് പോവുകയും മക്കൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത സ്ഥിതിക്ക് ഇവരെ ഒരു സ്വന്തം കാലിൽ നിർത്തുവാൻ വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഡോൺ ബോസ്കോ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ. കൂടുതൽ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ യുവാക്കൾ സ്വന്തമായി ഒരു പരിശീലനം നേടാൻ ആഗ്രഹിക്കാത്തതും അവരെ പ്രേരിപ്പിച്ച് ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നു. ഇവർ സ്വന്തം കാലിൽ നിൽക്കുകയും ഒരു ജോലിയിൽ പ്രവേശിച്ച ശേഷം ഒരു കുടുംബം നയിക്കുന്നതും കാണാനായിട്ട് ഇവിടുത്തെ രൂപതയിലെയും ഞങ്ങളുടെ പ്രോവിൻസിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഡോൺ ബോസ്കോ വൊക്കേഷണൽ ട്രെയിനിങ് ഇവിടെ ആരംഭിച്ചത്. ഇത് ഡോൺ ബോസ്കോ ജാൻസി ഡൽഹി പ്രോവിൻസിലെ ഒരു ബ്രാഞ്ചാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഡോൺ ബോസ്കോ സലീഷൻ സഭയുടെ ഒരു ബ്രാഞ്ചായിട്ട് ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഡോൺ ബോസ്കോ ടെക് ഉത്തരേന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിനായും തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ നടത്തിപ്പോരുന്നു. അതിലേറ്റവും എളുപ്പം സമൂഹമധ്യത്തിലേക്ക് കടന്നുവരാനും കുടുംബത്തിന് ആവശ്യമായ വരുമാനത്തിനായി പരിശീലനം ആർജിച്ചെടുക്കാനും പറ്റിയ ഒന്നാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഭാരതത്തിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ യുവതികൾ മിക്കവാറും തന്നെ പൊതുവെ മേക്കപ്പ് ചെയ്യുന്നവരാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ ചർമ്മ സംരക്ഷണത്തിനായി ഇവ ഉപയോഗിക്കുന്നു. വിവാഹ ചടങ്ങുകൾക്ക് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത് ചിലവേറിയ മേക്കപ്പിനാണ്. അതിലൂടെ നല്ല വരുമാനം സ്ത്രീകൾക്ക് ലഭ്യമാക്കുവാൻ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിനെ ഇവിടുത്തെ മിഷണറിമാർ കാണുന്നു. അതിനാവശ്യമായ അടിസ്ഥാന പരിശീലനം ഇവിടെ നൽകിപ്പോരുന്നു. ഇന്ന് ഇവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച നിരവധി സ്ത്രീകൾ തങ്ങളുടെ വരുമാനമാർഗമായി കണ്ട് അഭിമാനപൂർവ്വം ഈ തൊഴിലുമായി മുന്നോട്ടു പോകുന്നു. ഉത്തരേന്ത്യയിലെ മറ്റൊരു പ്രത്യേകത സ്ത്രീകളുടെ നിതാന്ത പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നതാണ്. കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ഇവിടുത്തെ സ്ത്രീകളുടെ കർത്തവ്യബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഝാൻസി മിഷൻ ഇങ്ങനൊരു സ്ഥാപനം നാമമാത്രമായ ഫീസിൽ ഇവിടുത്തെ യുവതികൾക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ ഒറ്റയൊരു ലക്ഷ്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ദിനംപ്രതി നിരവധി സ്ത്രീകൾ അടിമത്തത്തിൻ്റെ വേദന കുടുംബങ്ങളിൽ നിശബ്ദമായി സഹിക്കുന്നുണ്ട്. അതിന് ഒരു അറുതി വരുത്താൻ, സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം ഇവർക്കും ലഭിക്കാൻ ഈ ഹ്രസ്വകാല പരിശീലന കളരി ഉപകരിക്കണം എന്നതായിരുന്നു മിഷന്റെ ലക്ഷ്യം. തൽഫലമായി ഝാൻസിയിലെ പ്രമുഖമായ കേന്ദ്രങ്ങളിൽ സൗന്ദര്യവർദ്ധകശാലകൾ തുറക്കാനിടയായി. അതിലൂടെ നിരവധി കുടുംബങ്ങൾ സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നു, ആത്മവിശ്വാസത്തോടെ.
ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 120 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്, ഈ കോമ്പൗണ്ടിൽ യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് ഡോൺ ബോസ്കോയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുവജനങ്ങൾ സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ച് ഈ യുവജനങ്ങളെ കൊണ്ട് ഈ കോമ്പൗണ്ട് നിറയുന്ന ഒരു അവസരം വരട്ടെ എന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതാണ്, ഈ യുവജനങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശക്തിയും സഹകരണവും അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ സ്ഥാപനം വന്ന് നിറയട്ടെ. ഇവിടെ ഉള്ള ഓരോ അംഗങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഓരോരുത്തരും ഈ സ്ഥാപനത്തിൽ നിന്ന് ട്രെയിനിങ് നേടി ഓരോ ജോലിയിലേക്ക് വരട്ടെ എന്ന് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ യുവാക്കൾ സ്വന്തം കാലിൽ നിന്ന് അവർ ഒരു ജോലി നേടുകയും അവരുടെ ജീവിതമാർഗം കാണാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് ഝാൻസിയിലെ യുവതി-യുവാക്കൾ ശുക്രിയ പറയുന്നു ഝാൻസി മിഷനോട്. ഈ മിഷന്റെ അമരക്കാരനായ യേശുവിനോടും നിറമനസ്സോടെ പറയുന്നു ശുക്രിയ. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. क्या दे सकता हूँ, क्या ला सकता हूँ, कहता तुझे बस शुक्रिया. तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम. तुझ में ही मेरी सुबह, तुझ में ही हर शाम, तुझसे ही करता शुरू हर कोई काम. शुक्रिया करता हूँ मैं लेके तेरा नाम, आदर और धन्यवाद आज तेरे नाम. शुक्रिया शुक्रिया शुक्रिया. ഝാൻസി മിഷന്റെ ഈ യുവജന മുന്നേറ്റം തീർച്ചയായും ലോകശ്രദ്ധ പിടിച്ചുപറ്റും. ഇവിടെ നിന്ന് പഠിച്ചു മുന്നേറുന്ന ഈ യുവതലമുറയിലൂടെ. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം, നന്ദി അർപ്പിക്കാം. ശുക്രിയ. ഝാൻസി മിഷൻ. നാം ഇനി അടുത്തതായി സന്ദർശിക്കാൻ പോകുന്നത് ഝാൻസിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള സിപ്രിയിലാണ്. ഇവിടെയാണ് വിശുദ്ധ യൂദാ തദേവുസിന്റെ നാമധേയത്തിലുള്ള മിഷൻ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. യേശുവിൻ്റെ ഒരു രൂപം ആശുപത്രിയുടെ ഒത്ത നടുവിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടേക്ക് കടന്നുവരുന്ന രോഗികൾക്ക് വലിയ ഒരു ആശ്വാസം പ്രദാനം ചെയ്യുന്നു.
ഈ ആശുപത്രിയിലെ ഒട്ടുമിക്ക ശുശ്രൂഷകരും മലയാളികളാണ്. സമയബന്ധിതമായ ഒരു ശുശ്രൂഷാ ശൈലിയല്ല ഇവിടെ നടത്തിപ്പോരുന്നത്. അശരണരും ആലംബഹീനരുമായ ഒരു വലിയ വിഭാഗം ജനം ഈ ഝാൻസിയിലുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന ഈ പാവം ജനതയ്ക്കു വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കിയതാണ് ഈ മിഷൻ ആശുപത്രി. പകർച്ചവ്യാധികളുടെ ആക്രമണങ്ങളിൽപ്പെട്ട ഒട്ടനവധി പേരാണ് കഴിഞ്ഞയിടെ മരണപ്പെട്ടത്. ഇവിടുത്തെ ജനങ്ങൾക്ക് അസുഖം വരുമ്പോഴുള്ള ലക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പകർന്നു കൊടുക്കാൻ ഇവിടെയുള്ള മിഷണറിമാർ പ്രയത്നിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ ഫീസ് മാത്രമാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി ഇവിടെ വാങ്ങുന്നതെങ്കിലും ഭാവിയിൽ ഈ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ സേവനം സൗജന്യമാക്കാനാണ് ഝാൻസി മിഷന്റെ പ്രാർത്ഥനാപൂർണമായ ലക്ഷ്യം. ആ മിഷന്റെ പൂർത്തീകരണത്തിനായി നമുക്കും സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ജനതയ്ക്ക് ആരോഗ്യപ്രദമായ നല്ല ഒരു നാളേക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ ആശുപത്രിയിലേക്ക് കടന്നുവരുന്ന അനേകരുടെ ആശാകേന്ദ്രമാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ള ഈ ദേവാലയം. കുറെ അകലെയായി ഹോക്കി താരമായ ധ്യാൻചന്ദിന്റെ ഒരു വലിയ പ്രതിമ മലമുകളിൽ കാണാം. ഈ നാടിന്റെ അഭിമാനമായ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രശസ്തനായ ഈ താരം ഝാൻസി സ്വദേശിയാണ്. ഝാൻസി മിഷൻ.